കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് കണക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് രേണുവിനുള്ള ഈ ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ. അതിനുശേഷം ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ച ഒരേ ഒരു കാര്യമാണ് കിച്ചു ഉണ്ടെങ്കിൽ കാണാൻ വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, കിച്ചു വന്ന് കണ്ടു സംസാരിച്ചു നല്ല രീതിയിലായെന്നുള്ള പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഒരു ന്യൂസ് വെളി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിലല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രേണു ഉണ്ടെങ്കിൽ രംഗത്ത് വന്നിരിക്കുന്നത്. രേണു ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരും അല്ലെങ്കിൽ ഒരുപാട് ന്യൂസും കണ്ടിത് കണക്ക് കിച്ചു എന്നെ വന്ന് കണ്ടു എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ അതൊക്കെ ഫേക്കാണ്, അങ്ങനത്തുള്ള ഒരു സംഭവങ്ങളും നടന്നിട്ടില്ല. അവനെ ഞാൻ ഉണ്ടെങ്കിൽ 12 13 വയസ്സ് തൊട്ട് വളർത്താൻ തുടങ്ങിയതാണ്. ഇത്രയും നാൾ അവനെ ഞാൻ തന്നെയാണ് വളർത്തിയത്. പെട്ടെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ അവൻ ആരും ഇല്ലാതായിപ്പോയെന്നുള്ളൊരു സിറ്റുവേഷനാണ്. അവനോട് ഇപ്പോൾ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അത് കുഴപ്പമില്ല, എനിക്ക് ഹൃദയപ്പനുണ്ടാവും മാത്രം മതി, വേറെ ആരുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് ന്യായീകരിച്ചും അതോടെ തന്നെ ഒരുപാട് പേര് എതിർത്തും സംസാരിക്കുന്നുണ്ട്. ഇത് കണക്ക് രേണുവിനെതിരെ നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ പയ്യൻ ഇങ്ങനെ ആയത് അങ്ങനെ ആയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. അതേ സമയത്തുണ്ടെങ്കിൽ അവന് ചെന്ന് കാണാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇത് കണക്ക് സംസാരിക്കുന്നുണ്ട്. എന്തായാലും കിച്ചു ഇതുവരെ വന്ന് രേണുവിനെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.